ചാനലുകൾ ഇപ്പോൾ അവിടെ മറ്റേ ഉത്തരേന്ത്യൻ ചാനലുകൾ ചർച്ച ചെയ്തതിൽ പ്രത്യേകം അപ്പം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു മീഡിയ ഒക്കെ മോഡിയായെന്ന് പറഞ്ഞ് നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളാകാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചോളൂ കേട്ടോ. അത്രയും മാത്രമേ ഉള്ളൂ. ഉത്തരാഖണ്ഡ് വിഷയത്തിൽ രാവിലെ അടിയന്തര പ്രമേയത്തിന് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM അംഗങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷേ ആ നോട്ടീസ് യാതൊരു തരത്തിലുള്ള ഇതുമില്ലാതെ മാനദണ്ഡങ്ങളും പാലിക്കാതെ തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രയാസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് അനുമതിയില്ല. അതേസമയം അയോധ്യയെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്ത് ഡിവൈസീവ് ടാക്ടീസാണിത്. വിഭജന രാഷ്ട്രീയമാണ്. ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനെ ഇന്ത്യൻ ജനത അതിജീവിക്കും. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ജനം കാണുന്നുണ്ട്. മണിപ്പൂരിൻ്റെ മോഡൊരു ഹ്രസ്വസമയ ചർച്ച നടത്തണമെന്ന് എത്ര കാലം പറഞ്ഞിട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. 9 മാസം 10 മാസമായി ഒരു സംസ്ഥാനം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോഴാണ് ഒരു അമ്പലത്തിൻ്റെ മുകളിൽ പ്രധാനമന്ത്രിയെ പ്രശംസിക്കാൻ വേണ്ടി ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ച്. ചർച്ച ചെയ്തോട്ടെ, അവർക്ക് കിട്ടുന്ന സമയത്ത് അവസരത്തിൽ ചർച്ച ചെയ്തല്ലോ. ഇനി അതിനുവേണ്ടി പ്രത്യേക ചർച്ച വേണോ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മാത്രമല്ല, ഒരു മതനിരപേക്ഷ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് മതപരമായ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് ശരിയല്ലെന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്.